ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പില് പ്രകൃതിയുടെ ആത്മീയത എന്ന പരമ്പരയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. 7-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ പാഠം കൂടായ ആത്മം എന്നുള്ളതാണ്. ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചതെല്ലാം തന്നെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ ഇന്നത്തെ വിഷയം അത്ര വേഗത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിൽ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2-3 ഭാഗങ്ങളായിട്ട് അവതരിപ്പിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. അപ്പൊ ഈ കൂടായ ആത്മം എന്നുള്ളത് ഒരു സങ്കല്പം ആണ് ആധുനിക കാലത്ത്. കാരണം ആധുനിക കാലത്ത് മെറ്റീരിയൽ ലിവിങ്ങിൽ ഇതിനകത്ത് ഈ ഒരു ആശയം അത്ര പെട്ടെന്ന് ബോധ്യപ്പെടുന്നതല്ല. എങ്കിലും അതിലൂടെ പോയാൽ മാത്രമേ നമുക്ക് പ്രകൃത്യാത്മീയതയുടെ കോറിലേക്ക് ചെന്നെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് പരിചയപ്പെടാം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: നെസ്റ്റഡ് സ്പിരിറ്റ്, എ യൂണിഫൈഡ് പെർസ്പെക്റ്റീവ് ഓഫ് മാനിഫെസ്റ്റേഷൻ. കൂടായ ആത്മം. നെസ്റ്റഡ് സ്പിരിറ്റ് പ്രത്യക്ഷതയുടെ ത്രിമാനപരമായ ഒരു പുതിയ വീക്ഷണമാണ്. അത് കാരണത്വം, ലക്ഷ്യം, സമയം എന്നിവയെ പുനർവ്യാഖ്യാനിക്കുന്നു. ശാസ്ത്രീയ വീക്ഷണത്തിൽ സംഭവങ്ങൾ മുമ്പുണ്ടായ കാരണങ്ങൾ മൂലം വരുന്നതാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ നെസ്റ്റഡ് സ്പിരിറ്റ് സിദ്ധാന്തപ്രകാരം ഫലങ്ങൾ തന്നെയാണ് കാരണങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പറയുന്നു. അതിലൂടെ ലക്ഷ്യം ഉത്ഭവത്തിന്റെ ആധാരമായി മാറും. ഒരു സംഭവം സംഭവിക്കുന്നത് അതിനു മുമ്പേ എന്തോ സംഭവിച്ചത് കൊണ്ടല്ല, മറിച്ച് അതിന്റെ ലക്ഷ്യത്തിന്റെ ആവശ്യം കൊണ്ടാണ്. ഗീതയിൽ പറഞ്ഞതുപോലെ കാലം തന്നെ എന്ത്, എപ്പോൾ, എന്തിനാണ് സംഭവിക്കുന്നത് എന്ന് നിർണയിക്കുന്നു. അതിനാൽ ഈ മോഡലിൽ സംഭവങ്ങൾ ഭാവിയിലേക്ക് മുന്നേറുന്നത് ഭൂതകാലത്തിന്റെ ഫലമായി അല്ല, സത്തകൾ രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും അവയുടെ ഉദ്ദേശ്യത്തിനായി അവ ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ്. ഇതാണ് നെസ്റ്റഡ് സ്പിരിറ്റിന്റെ സാരം. ഒരു സ്വത്വത്തിന്റെ ബഹുമാന ബന്ധങ്ങളെ കൂടി അറിയുമ്പോഴാണ് കൂടായ ആത്മത്തെ നമുക്ക് പൂർണ്ണമായും വ്യക്തമാക്കുക. ഈ കൂടായ ആത്മം എന്ന് പറയുന്നത്, നമ്മൾ ഈ കൂടായ ക്രമീകരണത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കൂടായ ക്രമീകരണം, കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ക്രമീകരണത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ ഇവിടെ ചർച്ച ചെയ്തത്. ഈ കൂടായ ക്രമീകരണം എന്ന് പറയുമ്പോൾ അതില് നമ്മൾ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ക്രമീകരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെ പരിണാമം എന്ന് വിളിക്കാറുണ്ട്. അത് ആദിമൂല വസ്തു, അതിനുശേഷം പരിണമിച്ചുണ്ടായത്, അതിനുശേഷം പരിണമിച്ചുണ്ടായത്, അതിനുശേഷം പരിണമിച്ചുണ്ടായത്. അപ്പൊ ഇതിന് കാലവുമായിട്ട്, കാലത്തിന്റെ ക്രോണോളജിയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ സംഭവത്തെ കണക്കാക്കുന്നത്. എന്നാൽ ഒളിമ്പസിന്റെ കോട്ടക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ പറയാറുണ്ട്, അത് കാലവുമായി ബന്ധപ്പെട്ടതല്ല, അതൊരു വിതരണ സംവിധാനമാണ്. എന്നുവെച്ചാൽ ആദ്യകാലത്തുണ്ടായി എന്ന് പറയപ്പെടുന്നവയും അവയ്ക്ക് തത്തുല്യമായവയും ആധുനിക കാലത്തുണ്ടായി വന്നതാണ് എന്ന് പറയപ്പെടുന്നവയും ഒരേ കാലത്ത് നിലനിൽക്കുന്നത് നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയും. അപ്പോ ഇത് ഒരു വിതരണക്രമമാണ്. അല്ലാതെ പരിണമിച്ച് എങ്ങനെ പോയിക്കൊണ്ടിരും, പരിണമിച്ച് പഴയതെല്ലാം നശിച്ച് പുതിയതെല്ലാം വന്നു ചേർന്ന് അങ്ങനെയൊന്നല്ല. ഉണ്ടാകേണ്ടുന്ന സമയത്ത് ഉണ്ടാകേണ്ടത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാര്യം. അത് സ്ഥലകാല രൂപ അവഭവങ്ങളൊന്നും തന്നെ അവിടെ പ്രസക്തമല്ല. ഏത് സ്ഥലത്ത് അത് സംഭവിക്കേണ്ടതുണ്ടോ അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോ ഇത് ഞാൻ പറഞ്ഞത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മാനത്തെ കുറിച്ചാണ്. നിങ്ങൾ കോട്ടക്കാർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. വെർട്ടിക്കൽ ആയിട്ടുള്ള മാനം ഉണ്ട്, അതല്ലാതെ സെഡ് ആക്സിസിന്റെ ഒരു മാനമുണ്ട്. ഈ മൂന്നിടത്തും കാലത്തിന് അതീതമായിട്ടാണ് ഈ കാര്യങ്ങളുടെ വിതരണക്രമം കിടക്കുന്നത് എന്നുള്ളത് അതിന്റെ ആഴത്തിലേക്ക് പോയി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൂടുകൾക്കകത്ത് കൂടായ ഒരു വിതരണക്രമത്തിന്റെ അകത്ത് ഒരു സത്ത നിലനിൽക്കുന്നുവെങ്കിൽ ആ സത്തയുടെ ആത്മം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ കാലാതീതമായിട്ട് കാലാനുവർത്തിയല്ലാത്ത ഒരു ക്രമത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കൂടായ ആത്മം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെ പ്രത്യക്ഷമായി എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പൊ ആ പ്രത്യക്ഷതയുടെ ത്രിമാന രൂപമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാട്രിക്സ്. വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, സെഡ് ആക്സിസ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു മാട്രിക്സ് എന്ന് പറയുന്നത്
നമുക്ക് കാര്യങ്ങളെ പ്രത്യക്ഷമാക്കുന്നതിന്റെ മാട്രിക്സ് ആണ്, അല്ലെങ്കിൽ പ്രത്യക്ഷതയുടെ ത്രിമാനപരമായ ഒരു ഒന്നാണ്. അതിനെ പുതിയൊരു രീതിയിൽ വീക്ഷിക്കുന്ന ഒന്നാണ് ഈ നെസ്റ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പഠിച്ചു വരുന്ന ഒരവസ്ഥയിൽ സ്പിരിറ്റ് എന്താണെന്നുള്ള അന്വേഷണത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു ബോധമല്ല. എല്ലാം ബോധമാണെന്നുള്ളത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള കാര്യം, അത് അവിടെ ഇരിക്കട്ടെ. തൽക്കാലത്തേക്ക് ഇതൊരു സത്തയുടെ ബോധമല്ല, ഇത് ഒരു 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 പ്രോസസ്സാണ്, ഒരു പ്രതിഭാസമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ആ നെസ്റ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ആശയം അതിനെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് കാരണത്വം, ലക്ഷ്യം, സമയം എന്നിവയെ പുനർവ്യാഖ്യാനിക്കുന്നു. ഈ കാര്യകാരണ ബന്ധങ്ങളുണ്ടല്ലോ, കോസ് ആൻഡ് എഫക്ട് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ശാസ്ത്രലോകത്ത് അല്ലെങ്കിൽ യുക്തിയുടെ ലോകത്ത്, തർക്കശാസ്ത്രത്തിന്റെ ലോകത്ത്, തത്വചിന്തയുടെ ലോകത്തൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ച്, കോസ് ആൻഡ് എഫക്റ്റിനെ കുറിച്ച്. അതിലെ ആ കാരണത്വം എന്ന് പറയുന്നതിനെ ഈ ഒരു സമീപനം ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനം, സമയത്തെക്കുറിച്ചുള്ള സങ്കല്പനം, ഇവയെല്ലാം പുനർവ്യാഖ്യാനിക്കുകയാണ് ഈ നെസ്റ്റഡ് സ്പിരിറ്റ് എന്നുള്ള ആശയം. സാധാരണ രീതിയിൽ ഭൗതിക വീക്ഷണത്തിൽ, നമ്മളിവിടെ ശാസ്ത്രീയ വീക്ഷണം എന്നാ പറഞ്ഞ്, ഭൗതിക വീക്ഷണത്തിൽ സംഭവങ്ങൾ മുമ്പുണ്ടായ കാരണങ്ങൾ മൂലം വരുന്നതാണെന്ന് കരുതപ്പെടുന്നു, അല്ലെ? ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇതിനു മുമ്പുണ്ടായ ഒരു ഈവന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഭൗതിക ശാസ്ത്ര വീക്ഷണം അല്ലെങ്കിൽ ഭൗതിക വീക്ഷണം, ഭൗതിക സമീപനം കൊണ്ട് മനസ്സിലാവുന്നത്. എന്നാൽ നെസ്റ്റഡ് സ്പിരിറ്റ് സിദ്ധാന്ത പ്രകാരം ഫലങ്ങൾ തന്നെയാണ് കാരണത്തിന് കാര്യമാകുന്നതെന്ന് പറയുന്നു. അതായത് ഞാനിവിടെ ഉണ്ടായി, തൽക്കാലത്തേക്ക് അങ്ങനെ എടുക്കുക, ഞാൻ ഇവിടെ ഉണ്ടായി, ഇവിടെ ചില ധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് എന്നെ ഉരുവാക്കാൻ വേണ്ടിയാണ് എൻ്റെ അച്ഛനമ്മമാർ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു റിവേഴ്സ് പ്രിൻസിപ്പിളാണ്. ഇത് ലീനിയർ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക്, ലീനിയർ ആയിട്ട് മാത്രം കാര്യങ്ങളെ യുക്തിവിചാരം ചെയ്യുന്ന ഒരാൾക്ക് ബോധ്യപ്പെടില്ല. അത്തരമൊരു സങ്കേതത്തിന് ഇത് ബോധ്യമാവില്ല. ആത്മീയത എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഈ ലീനിയർ തോട്ടിന് പ്രസക്തിയുമില്ല. അത് നമ്മൾ വിപുലമായ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇതെന്താണെന്ന് പിടികിട്ടുകയുള്ളൂ. അപ്പോ ഇവിടെ പറയുന്ന കാര്യം ഫലങ്ങളാണ് കാരണങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോ ഒരു കാര്യം ചെയ്തു, അത് കാരണം ഒരു ഫലമുണ്ടായി, ഈ ഫലമാണ് കാരണത്തിന് കാരണമാകുന്നത്. കാരണത്തിന് ശേഷം ഫലം, അതാണ് കാലത്തിനനുസരിച്ച് ചിന്തിക്കുമ്പോൾ. കാരണമുണ്ടായി, ഒരു കാരണമുണ്ടായി, ആ കാരണം മൂലം സംഭവിച്ച് അതായത് കാലം മുൻപോട്ട് പോകെ ഫലമുണ്ടായി എന്നുള്ളത്. ഈ കാലം എന്ന് വെച്ചുള്ളത് എന്താണ്? ബോധ പരിണാമമാണ്, ബോധത്തിന്റെ പരിവർത്തനമാണ്. ബോധത്തിന്റെ പരിവർത്തനം എന്ന് പറയുമ്പോ ഈ ബോധത്തിന്റെ രണ്ട് തലങ്ങള്, അവിടെ വരുന്നുണ്ട്. അതായത് ഇപ്പോ എനിക്കിപ്പോ വിശപ്പുണ്ടെന്നിരിക്കട്ടെ, വിശപ്പ് ഉണ്ട് എന്നുള്ള ഒരവസ്ഥ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ വിശപ്പ് മാറിയ ഒരവസ്ഥ. അപ്പോ വിശപ്പ് എന്ന് പറയുന്നത് വിശപ്പുള്ളത് ഒരു ബോധതലമാണ്. ആ വിശപ്പിനെ പരിഹരിക്കാൻ പാകത്തിലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വിശപ്പ് മാറി എന്നുള്ളൊരവസ്ഥ വരുന്നതും ഒരു ബോധാവസ്ഥയാണ്. അപ്പോ വിശപ്പ് ഉണ്ട് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് വിശപ്പ് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു പരിണാമം സംഭവിക്കുന്നു. സത്യത്തിൽ വിശപ്പ് ഇല്ലാതായ ഒരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണ് വിശപ്പ് എന്നുള്ളത് ഉണ്ടായത് എന്ന ഒരു കണക്ഷൻ എവിടെയുണ്ട്, ഒരു കണക്ടിവിറ്റി എവിടെയുണ്ട്. അപ്പൊ ഈ പരിണാമത്തെയാണ്, ഈ ബോധത്തിന്റെ ഈ ഒരു പരിണാമത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കാലം എന്ന് പറയുന്നത്. അപ്പൊ കാലത്തിനനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. വിശപ്പുണ്ട്, വിശപ്പ് തീർന്നു എന്ന് പറയുന്ന രണ്ട് അളവുകൾ നമുക്ക് മനസ്സിലായി. പക്ഷെ ഇതിന്റെ കാര്യകാരണ ബന്ധത്തെ ലീനിയർ ആയിട്ട് ചിന്തിക്കുന്ന നമുക്ക് വിശപ്പുള്ളത് കൊണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ചത് കൊണ്ട് വിശപ്പ് മാറി എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. പക്ഷെ വിശപ്പ് മാറാൻ വേണ്ടിയാണ്, അതായത് വിശപ്പ് മാറുമ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ, അതിനുവേണ്ടിയാണ് വിശപ്പുണ്ടായത് എന്ന് പറയുന്ന ആ ഒരു റിവേഴ്സ് ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സോട് തിരിച്ചു വയ്ക്കുക. പക്ഷെ സത്യത്തില് ഈ ആദ്യത്തെ ലീനിയാരിറ്റിയും രണ്ടാമത്തെ ലീനിയാരിറ്റി, റിവേഴ്സ് ലീനിയാരിറ്റി എന്ന് പറയുന്നത് രണ്ടും നമ്മുടെ ലീനിയർ തോട്ടിന്റെ സങ്കല്പനങ്ങളാണ്. പക്ഷെ ഇതിങ്ങനെയല്ല.
വിശപ്പ് ഇല്ലാതിരുന്നൊരവസ്ഥയും വിശപ്പ് ഉള്ള അവസ്ഥയും വിശപ്പ് മാറിയൊരവസ്ഥയും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒരു സത്തയുടെ, ഒരു ബോധത്തിന്റെ 3 അവസ്ഥകളാണ്. ആ അവസ്ഥയിലൂടെയുള്ള പരിണാമത്തെ നമ്മൾ കാലമെന്ന് വിളിച്ചു എന്ന് മാത്രം. കാലം വെച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കി എന്ന് മാത്രം. പക്ഷെ ഇത് 3 ഒരു ബോധത്തിന്റെ തന്നെ 3 പ്ലാറ്റ്ഫോമുകളാണ്, 3 സ്റ്റേറ്റുകളാണ്. അപ്പൊ അവിടെയാണ് ലക്ഷ്യം ഉത്ഭവത്തിന് ആധാരമായി മാറുന്നു എന്ന് പറയുന്നത്. ലക്ഷ്യം ഉത്ഭവത്തിന് ആധാരമാകുന്നു. ഒരു സംഭവം സംഭവിക്കുന്നത് അതിനു മുമ്പേ എന്തോ സംഭവിച്ചത് കൊണ്ടല്ല, മറിച്ച് അതിന്റെ ലക്ഷ്യത്തിന്റെ ആവശ്യം കൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ലക്ഷ്യത്തിന്റെ ആവശ്യം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇത് അനുസരിച്ച് കാലം തന്നെ ആണ് ഈ സംഭവിക്കുന്നത്. കാലം വെച്ച ബോധപരിണാമം അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്തായി, എന്ത്, എപ്പോൾ, എന്തിനാണ് സംഭവിക്കുന്നത് നിർണ്ണയിക്കുന്നു. കാലമാണ് നിർണ്ണയിക്കുന്നത്. എന്ത് സംഭവിക്കണം, എപ്പോൾ സംഭവിക്കണം, എവിടെ സംഭവിക്കണം, എങ്ങനെ സംഭവിക്കണം എന്നുള്ളതെല്ലാം കാലം നിർണ്ണയിക്കുന്നു. അതിനാൽ ഈ മോഡലിൽ നമ്മളിപ്പോ പറയുന്ന നെസ്റ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു മോഡലില് സംഭവങ്ങൾ ഭാവിയിലേക്ക് മുന്നേറുന്നത് ഭൂതകാലത്തിന്റെ ഫലമായല്ല, സത്തകൾ രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും അവയുടെ ഉദ്ദേശ്യത്തിനായി അവ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. ഇതാണ് നെസ്റ്റഡ് സ്പിരിറ്റിന്റെ സാരം. ഇത് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു സ്വത്വത്തിന്റെ ബഹുമാന ബന്ധങ്ങളെ കൂടി അറിയേണ്ടതുണ്ട്. മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ട്. അതിനെ കൂടി അറിയുമ്പോഴാണ് കൂടായ ആത്മത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് വ്യക്തമാവും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇത് മനസ്സിലാക്കുക. കൂടായ ആത്മം എന്ന് പറയുന്നത്, ഈ ആത്മം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്നിനെ സ്വയം സംഘടിപ്പിക്കുന്നത്, അല്ലെ, ഒന്നിനെ ഓർഗനൈസ് ചെയ്യിപ്പിക്കുന്നത്, അതിനെ ചലിപ്പിക്കുന്നത്, ചരിപ്പിക്കുന്നത്, ഇതാണ് ആത്മം. ആ ആത്മം എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ആ ഫിനോമിന പ്രവർത്തിക്കുന്നത് ഈ കാര്യകാരണ ബന്ധപ്രകാരമാണ്. മറ്റുള്ളിടത്തൊക്കെ നമ്മള് ഇക്കോ സ്പിരിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റേ കൺവെൻഷണൽ സ്പിരിറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ, സയന്റിസ്റ്റിക് സ്പിരിറ്റിലാണെങ്കിലും ശരി, ഈ കാര്യകാരണ ബന്ധത്തോടെയാണ്. കാര്യകാരണ ബന്ധത്തെ നേരെ റിവേഴ്സ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുക. പ്രകൃതിയുടെ നിയമപ്രകാരം പ്രകൃതിയിൽ ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അവിടെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ലീനിയർ തോട്ടിനെ ഷഫിൾ ചെയ്യണം. നമ്മുടെ കാലസങ്കല്പത്തെ നമ്മൾ പുനർവിചിന്തനം ചെയ്യണം. അപ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് വിചിന്തനം ചെയ്യണം. അപ്പോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാലത്തിന് അതീതമായിട്ടുള്ള ആത്മത്തെ നമുക്ക് ബോധ്യപ്പെടുക. ആത്മം എന്നുള്ളത് എന്താണോ അവിടെ ആവശ്യമായി വരുന്നത്, എന്തെവിടെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാലം നിർണ്ണയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ എന്താണോ അവിടെ ആവശ്യമായിട്ടുള്ളത് അതവിടെ പ്രത്യക്ഷമാകുന്നു, അതിനെ ചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അത് വരും. അപ്പൊ ആത്മം എന്നുള്ളത് എവിടെ നിന്ന് വരുന്നു? കാലമാണ് ഇതിന്റെ ആത്മം, ഈ 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ഇതിന്റെ ആത്മം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറിപ്പോകും. അപ്പൊ ആത്മം എന്ന് പറയുന്നത് എവിടെയോ ഉള്ള ഒരു സത്തയുടെ, എവിടെയോ കിടക്കുന്ന ഈശ്വരീയത്തിന്റെ അല്ലെങ്കിൽ അകത്തിരിക്കുന്ന ഒരു ഇച്ഛയുടെ ഔട്ട്പുട്ട് അല്ല, പകരം അത് കാലത്തിന്റെ ബോധ പരിണാമത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്ന അളവിലേക്ക് നമ്മൾ വിപുലപ്പെടേണ്ടി വരും. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ ബഹുമാന ബന്ധങ്ങളെ കുറിച്ച് കൂടെ നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇതിനെ നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ആ വിധത്തിലേക്കുള്ള ഒരു നിരീക്ഷണം, ഒരു ബോധ തുറവി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.